Hi dear students, sensors and transducer നമ്മൾ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ യൂണിറ്റ് 3 തീർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലെവൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അത് വീഡിയോ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കാം, അത് ഒന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ യൂണിറ്റ് 4ലേക്കാണ് പോകുന്നത്. സോ യൂണിറ്റ് 4ൽ മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ തീർക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഫ്ലോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഫ്ലോ അല്ലേ. ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ലിക്വിഡിൻ്റെയും അതേപോലെ ഗ്യാസിൻ്റെ ഒക്കെ ഫ്ലോ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മെഷറിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്ലോ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളതും അതിന് ഡിഫറെൻറ്റ് ടൈപ്സും കാറ്റഗറിയും വിത്ത് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണത് വർക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നോക്കുന്നത്. സോ ബെർണോളി പ്രിൻസിപ്പിൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ എക്സാമ്പിൾസും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസറും ഫ്ലോ ട്രാൻസ്ഡ്യൂസറും എടുത്ത് നോക്കിയിട്ട് അത് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം ബെർണോളി പ്രിൻസിപ്പിൾ ആൻഡ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോ ട്രാൻസ്ഡ്യൂസർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലെ മെഷർമെൻറ്റ് ഫ്ലോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഫ്ലോ ത്രൂ എ മീഡിയം, അത് ലിക്വിഡ് ആവാം ഗ്യാസ് ആവാം, അത് അളക്കാൻ വേണ്ടി നമ്മൾ ബെർണോളി പ്രിൻസിപ്പിളാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിനും ബേസ് ആയിട്ട് കാണുന്നത്. സോ ആദ്യം നമ്മൾ ബെർണോളി പ്രിൻസിപ്പിളും അതേപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷനും ഒക്കെ എന്താണെന്നൊന്ന് നോക്കണം. ആദ്യം നമുക്കതിന് മുമ്പ് ഫ്ലോ മീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. സോ ഫ്ലോ മീറ്റർ എന്നാൽ അല്ലേ, ഫ്ലോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു. സോ ഫ്ലോ മീറ്റർ നമ്മൾ ഫ്ലോ അളക്കാൻ വേണ്ടി, ഇപ്പോൾ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം വീട്ടിലൊരു ടാപ്പ് കണക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കും. ഒരു വാട്ടർ അതോറിറ്റിയിൽ നിങ്ങളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ എത്ര എമൗണ്ട് വാട്ടർ എടുത്ത് തരാൻ വേണ്ടി ഒരു മീറ്റർ ഫിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലോ മീറ്റർ അതാണ്. ഫ്ലോ ചെക്ക് ചെയ്യുന്നൊരു മീറ്ററാണത്. അതുപോലെയുള്ള ഫ്ലോ മീറ്റേഴ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അത് ഇവിടെ ഉപയോഗിക്കുന്ന ഫ്ലോ മെക്കാനിസം using Bernoulli principle ആയിരിക്കുന്നത് മാത്രം. ഓക്കെ, സോ ഫ്ലോ മീറ്റേഴ്സ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ റേറ്റ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസസ്. ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയോ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലോ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്ത് പ്രിൻസിപ്പിളാണ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതേപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഈ രണ്ടിൻ്റെ ബേസിലാണ് ഈ ഫ്ലോ മീറ്റേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നോക്കാം. വളരെ സിമ്പിളാണ്. ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ റെപ്രസെൻറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈപ്പ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഫ്ലോയിഡ് അറ്റ് എനി പോയിന്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. എന്താ പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെ പ്രൊഡക്റ്റാണ്, ഒരു ഏരിയ ഓഫ് ദ പൈപ്പിൽ, ഒരു പൈപ്പിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഏരിയ, അതിൻ്റെ ഇൻറ്റു പ്രൊഡക്റ്റ് വിത്ത് എന്താണ്, വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, അതെന്തായിരിക്കും, ഓൾവേസ് കോൺസ്റ്റൻറ്റ്. സോ area of cross section of a particular pipe at a particular area into velocity of the fluid at that point is always equal. സോ ഇത് ഒന്നുകൂടെ ഒരു പിക്ചറിക്കൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇതൊരു പൈപ്പാണ്, അവിടെ മൗസ് പോയിന്റ് കാണുണ്ടാവും. ഒരു എൻഡ് എയും എൻഡ് ബി എന്ന് കാണാം അല്ലേ, എൻഡ് എയും എൻഡ് ബിയും. സോ എൻഡ് എൻ്റെ ഏരിയ നിങ്ങൾ നോക്കുക അല്ലേ, A1 അത് അത്യാവശ്യം വലുതാണ് അല്ലേ. അതേ പൈപ്പ് കുറച്ച് ഇവിടേക്ക് എത്തുമ്പം അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാവുന്നുണ്ട് അല്ലേ, ഏരിയ ചെറുതാവുന്നുണ്ട്. സോ ഇവിടെ എൻഡ് ബിയിൽ എത്തുമ്പം ഏരിയ എന്താണ്, A2 ആണ് അല്ലേ. സോ ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാവും A1 ഈസ് ഗ്രേറ്റർ ദാൻ A2. ബട്ട് അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് A1 ഇൻറ്റു ഫ്ലോ ഓഫ് ലിക്വിഡ് അറ്റ് ദാറ്റ് പോയിന്റ് V1, ഇപ്പം A1 പോകുന്ന അല്ലെങ്കിൽ ഈ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റിലുള്ള ലിക്വിഡിൻ്റെ ഫ്ലോ വെലോസിറ്റി എത്രയാണ്, V1. സോ A1 ഇൻറ്റു V1 ഈസ് ഈക്വൽ ടു A2 ഇൻറ്റു V2 എന്നാണ് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. അതായത് ഒരു പൈപ്പിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു എനി അതർ പാർട്ട്, ഏതെങ്കിലും വേറൊരു ഭാഗത്ത് പോയാൽ അവിടെയുള്ള ക്രോസ് സെക്ഷൻ ഏരിയയും വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും, ഓൾവേസ് സെയിം ആയിരിക്കും. സോ കൺസിഡർ ദ ഫ്ലോ ഫ്രം എൻഡ് എ ഹാവിങ് ക്രോസ് സെക്ഷൻ ഏരിയ A1 ആൻഡ് ടു എൻഡ് ബിയിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത് വിത്ത് ക്രോസ് സെക്ഷൻ ഏരിയ A2 in the pipe. Then we can write A1 into V1. V1 എന്ന് പറഞ്ഞാൽ എൻഡ് എയിലുള്ള വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ്. ദെൻ ഈക്വൽ ടു A2 into V2. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. സോ ഇൻ ജനറൽ ഫോം വി ക്യാൻ സേ ദാറ്റ് A into V ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ പൈപ്പ് അല്ലേ. സോ അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ദി പൈപ്പ് ഈസ് ഓൾവേസ് ഈക്വൽ. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഇത് നമുക്ക് ഇനി അടുത്ത ഈ ഓരോ ഡിവൈസുകളിൽ ഓരോ ഫ്ലോ മീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബെർണോളി ഇക്വേഷൻ്റെ കൂടെ ഇത് ആവശ്യമുണ്ട്. സോ ഇതൊന്ന് ഓർത്തുಕೊಳ್ಳാൻ സിമ്പിളാണ് അല്ലേ. A1 ഇൻറ്റു V1 ഈക്വൽ ടു A2 into V2. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ പൈപ്പ് അറ്റ് എനി പെർട്ടിക്കുലർ പോയിന്റ് ഇൻറ്റു
velocity at that point is always equal or constant. So ഇനി ബെർണോളിസ് പ്രിൻസിപ്പിളിലേക്ക് പോകാം നമുക്ക്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? The total mechanical energy of a moving fluid comprises the gravitational potential energy of elevation, the energy associated with the fluid pressure and kinetic energy of the fluid motion. It remained constant. എന്താ പറയുന്നത്? ഒരു മൂവിങ് ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് 3 കോമ്പോണൻറ്റ്സ് കൂടിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എലിവേഷൻ. അതിൻ്റെ ഗ്രാവിറ്റേഷൻ എനർജി, അതായത് ഏത് പൊസിഷനാണ് അതുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ആദ്യത്തത്. രണ്ടാമത്തത് എനർജി അസോസിയേറ്റഡ് വിത്ത് ഫ്ലൂയിഡ് പ്രഷർ, അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ മെക്കാനിക്കൽ എനർജിനെ അത് ലിങ്ക് ചെയ്യുന്ന രണ്ടാമത്തെ കോമ്പോണൻറ്റ് അതാണ്. മൂന്നാമത്തെ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് മോഷൻ. സോ ഫ്ലൂയിഡ് മോഷനാണ് ഉണ്ടാവുക. സോ മൂവിങ് പാർട്ടിനെല്ലാം എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് മോഷൻ. ഇത് മൂന്നുമാണ് ഒരു ഫ്ലൂയിഡിൻ്റെ മൂവിങ് ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്കൽ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് എന്നും കൂടിയാണ് പറയുന്നത്. അതായത് മെക്കാനിക്കൽ എനർജി ഓഫ് എ മൂവിങ് കോയിൽ ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഓൾസോ അത് എന്തൊക്കെ കൂടിയിട്ടാണ് മെക്കാനിക്കൽ എനർജി ഉണ്ടാകുന്നത്? ഒന്ന് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ്, രണ്ടാമത്തത് എനർജി അസോസിയേറ്റഡ് വിത്ത് ഫ്ലൂയിഡ് പ്രഷറാണ്, ഫ്ലൂയിഡ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ്, മൂന്നാമത്തത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് മോഷനാണ്. ഒന്നുകൂടെ സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ഇതാണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു 3 കോമ്പോണൻസിലെ ഫസ്റ്റ് വൺ എന്താണ്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ എലിവേഷൻ, സെക്കൻഡ് energy associated with the fluid pressure, and third kinetic energy of the fluid motion, which is equal to a constant, അല്ലെങ്കിൽ which always a constant എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അല്ലേ, ഇതിലേതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുമ്പം അക്കോർഡിംഗ് ടു അല്ലേ മറ്റതിന് എന്തുണ്ടാവും? ചേഞ്ചിങ് ഉണ്ടാവും. സോ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണെങ്കിൽ ഒന്നെങ്കിൽ എനർജി അല്ലെങ്കിൽ പ്രഷർ കുറയണം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറയണം. സോ ഈ രീതിയിൽ ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് എല്ലായ്പ്പോഴും, അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് മൂവിങ് ഫ്ലൂയിഡ് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത്. ക്ലിയർ ആണോ? സോ ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ബേസ്. ഇത് നല്ലപോലെ മനസ്സിലാക്കുക. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 3-4 ഡിവൈസ് ഇനി നെക്സ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫോർമുല ഫോർ ബെർണോളിസ് പ്രിൻസിപ്പിൾ ഈസ് ഗിവൻ ബൈ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് സീക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ അല്ലേ, ഫ്ലൂയിഡ് പ്രഷറിനാണ് പി എന്ന് പറഞ്ഞത്. ആൻഡ് ഹാഫ് റോ വി സ്ക്വയർ മീൻസ് kinetic energy-ആണ്. ആൻഡ് റോ ജി എച്ച് മീൻസ് പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് റോ ജി എച്ച്, വിച്ച് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് എന്ത്? ഒരു ഫ്ലൂയിഡ് മൂവിങ് ഫ്ലൂയിഡിൻ്റെ മെക്കാനിക്കൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. സോ വെർ P is the pressure exerted by the fluid, V is the velocity of the fluid, rho is the density of the fluid, and H height of the container. So ഇതാണ് ഒരു ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഈ ഒരു ഡെഫിനിഷനും ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ എക്സാമിൽ ഇതിങ്ങനെ തന്നെ ചോദിക്കും. അതല്ലാതെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ ഭാഗം പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3-4 അല്ലെങ്കിൽ കുറച്ച് ഡിവൈസുകൾ പരിചയപ്പെടുന്നുണ്ട്, ഫ്ലോ മീറ്റേഴ്സ്. അതിലെല്ലാം ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലോ ഒക്കെ മനസ്സിലാക്കുന്നത്, അളക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഫ്ലോ മീറ്റേഴ്സിലേക്ക് പോകാം. ഫ്ലോ മീറ്റേഴ്സാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫ്ലോ ട്രാൻസ്ഡ്യൂസറാണ് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ പേര് തന്നെ, മൊഡ്യൂൾ ഈ ഭാഗത്തിൻ്റെ പേര് ഫ്ലോ ട്രാൻസ്ഡ്യൂസറാണ്. സോ ഫ്ലോ മീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫ്ലോ മീറ്റേഴ്സ് ആർ ദ ഡിവൈസസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ റേറ്റ് ഓഫ് ദ ലിക്വിഡ് ഓർ ഗ്യാസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ, ഫ്ലോ മീറ്റർ എന്താണ്? ഒരു ഡിവൈസാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒരു ലിക്വിഡിൻ്റെ ഗ്യാസിൻ്റെ ഒക്കെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. സോ ഫ്ലോ റേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ആൻ ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അല്ലേ, ഫ്ലോ എന്ന് പറയുന്നതാണ് ഒരു യൂണിറ്റ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പോകുന്ന വോളിയം ഓഫ് ലിക്വിഡിനെയാണ് നമ്മൾ പറയുക ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ എ പൈപ്പ് ദ ഫ്ലോ റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്പീഡ് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ പൈപ്പ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞ പോലെ A/V എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഒരു പൈപ്പ് ആണെങ്കിൽ അവിടെ നമ്മൾ ഫ്ലോ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. So different types of flow measuring techniques are used based on the requirement and depending upon the situation. നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അത് നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾക്ക് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ആ ഡിഫറെൻറ്റ് മെക്കാനിസം ഫ്ലോ മീറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കോമൺ ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റേഴ്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ഒബ്സ്ട്രക്ഷൻ ടൈപ്പാണ്. ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഒരു പൈപ്പിൻ്റെ അകത്ത് ഒരു ഒബ്സ്റ്റക്കിൾ വെക്കുക. ആ ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട്
അവിടെ വരുന്ന പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി വേരിയേഷൻ മെഷർ ചെയ്തിട്ട് നമ്മൾ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ അനിമോമീറ്റർ ആണ്. അത് നമ്മൾ ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ കറണ്ടും ഒക്കെ വെച്ചിട്ട് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വേരിയേഷൻ നോക്കിയിട്ട് നമ്മളവിടെ ഫ്ലോ കാണുന്നതിനാണ് അനിമോമീറ്റർ എന്ന് ചുരുക്കി പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക്, സോ അവിടെ പേര് തന്നെ ഉണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സിലൊക്കെ വരുന്ന വേരിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നമ്മൾ ഫ്ലോ മെഷർ ചെയ്യുന്നതാണെങ്കിൽ അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയും. പിന്നെ ഇൻഫറൻഷ്യലും. സോ നമുക്കിത് ഫസ്റ്റ് 3 ടൈപ്പായാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. അതിൽ തന്നെ ഒബ്സ്ട്രക്ഷൻ ടൈപ്പിൽ നമുക്കൊരു 4 ഡിഫറെൻറ്റ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതെങ്ങനെ ഫ്ലോ മെഷർ ചെയ്യുന്നതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റർ അതിലേക്ക് പോവാം. സോ ഫസ്റ്റ് ടൈപ്പാണ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ്. പേരിൽ തന്നെ ഉണ്ട് ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട്, അതായത് ഫ്ലോ ചെയ്യുന്ന പൈപ്പിൻ്റെ അകത്ത് ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് നമ്മളവിടെ ഫ്ലോ മെഷർ ചെയ്യുകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ്. ഓക്കെ, in obstruction type flow meters, an obstruction is created in the flow passage and the pressure drop across the obstacle is measured. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലോ ചെയ്യുന്ന ഒരു പൈപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ അകത്ത് നമ്മളൊരു ഒബ്സ്റ്റക്കിൾ വെക്കും. ആ പാസേജിനകത്ത് ഒരു ഒബ്സ്റ്റക്കിൾ വെക്കും. സോ അവിടെ ഒരു എന്തുണ്ടാവും, പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. ആ പ്രഷർ ഡ്രോപ്പ് മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. അതൊന്ന് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ചേഞ്ച് ഇൻ പ്രഷർ ഈസ് കാലിബ്രേറ്റഡ് ഇൻ ടേംസ് ഓഫ് ഫ്ലോ റേറ്റ്. സോ നമുക്ക് അവിടെ കിട്ടുന്ന ചേഞ്ച്, ആ ഒബ്സ്റ്റക്കിൾ വെക്കുന്നുണ്ടാകുന്ന പ്രഷർ ചേഞ്ചിനെ നമുക്ക് എന്താക്കി മാറ്റാം, ഫ്ലോ റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലോസ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Depending upon the type of obstruction, different types of obstruction flow meters such as orifice meter, venturi meter and flow nozzle, അതുപോലെ റൊട്ടാറ്റോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ആർ അവൈലബിൾ. സോ അതെന്തിനു ഡിപ്പെൻഡ് ചെയ്തതാണ്, നമ്മൾ ഇവിടെ വെക്കുന്ന ഈ പാസേജിൻ്റെ അകത്ത് വെക്കുന്ന ഒബ്സ്റ്റക്കിളിൻ്റെ ബേസ് ചെയ്തിട്ട്, ഒബ്സ്റ്റക്കിളിൻ്റെ ഷേപ്പിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 4 ടൈപ്പ് ഒബ്സ്ട്രക്ടോമീറ്റർ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഒറിഫിസ് മീറ്റർ, രണ്ടാമത്തത് വെൻറ്റോരി മീറ്റർ, ദെൻ ഫ്ലോ നോസിൽ ആൻഡ് തേർഡ് വൺ ഫോർത്ത് വൺ ഒരു റൊട്ടാറ്റോമീറ്ററും കൂടെ ഉണ്ട്. 4 ടൈപ്പിലുള്ള ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി. സോ ഫസ്റ്റ് ടൈപ്പ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സിൽ ഒന്നാമത്താണ് ഓറിഫിസ് മീറ്റർ. ഓറിഫിസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുന്ന അല്ലേ, ഇപ്പം ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്ററിൽ എന്തുണ്ടാവും, ഈ പാസേജിൻ്റെ അകത്ത് നമ്മൾ എന്ത് വെക്കുന്നുണ്ട്, ഒരു ഒബ്സ്റ്റക്കിൾ വെക്കുന്നുണ്ട്. സോ ഇവിടെയുള്ള ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലായിരിക്കും. ഇവിടെ നോക്കുക, നിങ്ങൾ ഫിഗർ ബി നോക്കുക, ഓറിഫിസ് പ്ലേറ്റ് എന്ന് കാണാം നിങ്ങൾക്ക്. സോ ഇതൊരു റിംഗ് ആണ്. സോ ഇതിൻ്റെ നടുവിൽ കാണുന്നത്, ഇപ്പം മൗസ് പോയിൻ്റ് കാണുന്ന ഭാഗത്ത് എന്താണ്, അവിടെ ഒന്നുമില്ല, അത് വാക്വമാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ഒബ്സ്റ്റക്കിൾ ഉള്ളത്, ഒരു റിങ് പോലെ. ഓക്കെ, ഒരു റിങ് പോലെ ഒരു സാധനമാണിത്. സോ ഈ നടുവിൽ ഫ്രീ ആണ്, ഒഴിവാണ്. സോ ഇതിലൂടെയാണ് നമ്മൾ വെള്ളം. സോ ഈ ഒരു ഒറിഫിസ് പ്ലേറ്റ് എന്ന് പറയും ഇതിന്. ഒറിഫിസ് പ്ലേറ്റ് നടുവിൽ ഇത് ഗ്യാപ്പാണ്, ഇവിടെ ഇത്രയും വീതിയിൽ കനത്തിൽ ഒരു ബോർഡർ പോലെയുണ്ട്. സോ ഈ ഒറിഫിസ് പ്ലേറ്റിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാസേജിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കും. സോ പൈപ്പ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ വെക്കും. സോ ഇവിടെ നടുവിൽ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തൂടെയാണ് ഇവിടെ വെള്ളം പോകുന്നത്. സോ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പാസേജ് അല്ലെങ്കിൽ ഒരു പൈപ്പായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഒറിഫിസ് പ്ലേറ്റ് ഇവിടെ വെച്ചു. ഒറിഫിസ് പ്ലേറ്റ് ഇവിടെ കാണാം നിങ്ങൾക്കല്ലേ. സോ ഒറിഫിസ് പ്ലേറ്റ് വെക്കുമ്പം ഈ ഭാഗം ബ്ലോക്ക് ആവും അല്ലേ, കാരണം ഈ ഭാഗം എന്താണ്, മെറ്റൽ വെച്ചിട്ട് ബ്ലോക്കാണ്. മെറ്റൽ എന്ത് സാധനമാവും, അത് ബ്ലോക്ക്ഡ് ആണ്. സോ നടുവിലൂടെ മാത്രമേ നമുക്ക് സെൻറ്ററിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുള്ളൂ. സോ ഈ പൈപ്പിലൂടെ വരുന്ന ലിക്വിഡ് ഇവിടെ ഒബ്സ്റ്റക്കിൾ വെച്ചതിന് ശേഷം എന്താവും, ഈ ഫ്ലോ ഇങ്ങനെ വന്നിട്ട് ഇത് ഈ രീതിയിൽ ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ കാണാം നിങ്ങൾ ഫ്ലോ പ്രൊഫൈൽ കണ്ടിട്ട് ഇവിടെ ആരോ മാർക്കിട്ട് കാണാം അല്ലേ. സോ ഫ്ലോ ആദ്യം ഇതില്ലെങ്കിൽ നേരെ കംപ്ലീറ്റ് ഫ്ലോ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഈ ഫ്ലോൻ്റെ ഷേപ്പ് അതിൻ്റെ പ്രൊഫൈൽ ഇങ്ങനെ താന്നു ഇങ്ങനെ പോയി, ഈ സൈഡിൽ ഇങ്ങനെ താന്നു. ഇതിനകത്ത് കുറേ നേരം ഇങ്ങനെ പോയി, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഴയ പോലെ ആകുന്നത്. അല്ലെങ്കിൽ പഴയ പോലെ ആകുന്നില്ല, അത് ആ ഫ്ലോ കുറച്ച് കുറഞ്ഞിട്ട്, ആ പ്രഷർ എപ്പോഴും കുറഞ്ഞിട്ട് തന്നെയാണത് പോകുന്നത്. സോ ഈ ഒരു ഒബ്സ്റ്റക്കിളോട് വെച്ചത് കൊണ്ടുകൂടി, അതായത് ഒറിഫിസ് പ്ലേറ്റ് ഇവിടെ വെച്ചതുകൊണ്ട് ഇവിടെ ഈ ലിക്വിഡിൻ്റെ ഫ്ലോയിൽ ഒരു വേരിയേഷൻ ഉണ്ട്, ഒരു പ്രഷറിലൊരു വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. സോ ഈ പ്രഷർ അല്ലെങ്കിൽ ഈ ഫ്ലോ വേരിയേഷൻ ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അത് സാധാരണ ഇതില്ലാതെ. സോ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ P1 P2 നിങ്ങൾക്ക് കാണാം, പ്രഷറിൽ വേരിയേഷൻ കാണാം നിങ്ങൾക്ക്. ഇവിടെ P1ൻ്റെ പ്രഷറല്ല, P2 എന്നുള്ള ഈ പൊസിഷനിലുള്ള പ്രഷർ. സോ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ ഈ രീതിയിൽ നമ്മൾ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്രഷറിൽ വരുന്ന വേരിയേഷൻ മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഫ്ലോ റേറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ആ രീതി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ രീതിയിലാണ് ഒബ്സ്റ്റക്കിൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഒറിഫിസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്.
So in an orifice type flow meter, an orifice plate is placed in a pipe as shown in the figure. So ഈ ഫിഗറിൽ കണ്ട പോലെ ഒരു orifice plate ഇവിടെ ഫിക്സ് ചെയ്യും നമ്മൾ പൈപ്പിനകത്ത്. The pressure is dropped suddenly when the fluid passes the orifice and continues to drop until vena contracta. Means ഇവിടെ കാണാം നമുക്ക് vena contracta എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെ അല്ലെ P2 എന്നുള്ള ഈ ഒരു പോയിന്റ് വരെ അതിനാണ് നമ്മൾ vena contracta എന്ന് പറയുന്നത്. അതുവരെ എന്താ ചെയ്യുന്നത്, ഈ പ്രഷർ ഡ്രോപ്പ് ചെയ്യുക അല്ലേ, പ്രഷർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകുന്നു. അതിനുശേഷം പിന്നെ പ്രഷർ കൂടുന്നുണ്ട്. ഈ ലൈൻ പ്രഷറിനെയും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ വരുമ്പോൾ ലിക്വിഡിൻ്റെ ഫ്ലോൻ്റെ അനുസരിച്ച് ഇവിടെ പ്രഷർ ഈ പ്ലേറ്റ് വെച്ചതുകൊണ്ട് ഇവിടെ പ്രഷർ കുറഞ്ഞ് വന്ന് സോ ഈ ഒരു പോയിന്റ് വരെ വെന കോൺട്രാക്ട് എന്ന് പറയുന്ന ഈ പോയിന്റ് വരെ പ്രഷർ കുറയും. അതിനുശേഷം പ്രഷർ രണ്ട് ഭാഗത്തും കൂടി പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ദ റിഡ്യൂസ്ഡ് ഏരിയ. സോ ഇവിടെ എത്തുമ്പം ഏരിയ കുറഞ്ഞില്ല, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ ലിക്വിഡിൻ്റെ വെലോസിറ്റിയിൽ എന്തുണ്ടാവും, ഒരു ഇൻക്രീസ് ഉണ്ടാവും. സോ ഈ ഇൻക്രീസ് അല്ലേ, വെലോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കുറയും, പ്രഷർ കുറയും അല്ലേ. അക്കോർഡിംഗ് ടു ബെർണോളി പ്രിൻസിപ്പൽ അല്ലേ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു. സോ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, വെലോസിറ്റി ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു അല്ലേ, അതേപോലെ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു. കൈനറ്റിക് എനർജി അതേപോലെ ഗ്രാവിറ്റേഷണൽ എനർജി ഉണ്ടായിരുന്നു. സോ അവിടെ വെലോസിറ്റി കൂടിയപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് കുറഞ്ഞു, പ്രഷർ കുറയാ ചെയ്യുന്നു. സോ ഈ ഒരു ചെറിയ ഹോളിലൂടെ പൈപ്പ് ലിക്വിഡ് പോകേണ്ടി വന്നപ്പോൾ അവിടെ വെലോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടായി. സോ അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ ആ ടോട്ടൽ മെക്കാനിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി കൂടിയപ്പോൾ അവിടെ പ്രഷറിൽ ഡ്രോപ്പ് ഉണ്ടാകുന്നു. സോ ഈ ഒരു ഏരിയയിൽ വെലോസിറ്റി അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. സോ അവിടെ എന്താകും, പ്രഷറിലൊരു ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. So vena contracta is the point in a fluid stream where the diameter of the stream is the least. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡയമീറ്റർ ഏറ്റവും കുറവുള്ളത്. After vena contracta, the pressure increases gradually until the maximum pressure point is reached. That will be lower than the pressure P1. So ഈ orifice പ്ലേറ്റിന് മുമ്പുള്ള പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും എങ്ങനെ പോയാലും ഈ പൈപ്പിൽ ഈ orifice പ്ലേറ്റിലൂടെ പാസ് ചെയ്തതിനു ശേഷം ഇപ്പുറം എത്തിയതിനു ശേഷമുള്ള ലിക്വിഡിൻ്റെ ഫ്ലോയിൻ്റെ പ്രഷർ എപ്പോഴും എന്തായിരിക്കും, ഫസ്റ്റ് ബിഫോർ പ്ലേറ്റും ആഫ്റ്റർ orifice പ്ലേറ്റും എപ്പോഴും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ ദ ഫ്ലോ റേറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ മെഷറിംഗ് ദ പ്രഷർ ഡിഫറൻസ്. സോ ഈ രണ്ട് orifice പ്ലേറ്റ് വെച്ചിട്ട് ഇപ്പുറം ഒരു പ്രഷറായിരിക്കും അല്ലേ, അതിൻ്റെ അതർ സൈഡിൽ ഒരു പ്രഷറും ആയിരിക്കും, പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. സോ ഈ പ്രഷറിലുള്ള വ്യത്യാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഫ്ലോ റേറ്റ് നമുക്ക് കിട്ടും. അതായത് ലിക്വിഡിൻ്റെ ഫ്ലോ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് orifice പ്ലേറ്റ് വെക്കുന്നു. സോ അതിൻ്റെ ഒരു ഭാഗത്തുള്ള പ്രഷറും ഇപ്പുറത്തെ ഭാഗത്തുള്ള പ്രഷറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആ പ്രഷറിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടാൽ P1 - P2 കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ആ പൈപ്പിലൂടെയുള്ള ഫ്ലോ റേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഈ രീതിയിൽ ഒരു orifice പ്ലേറ്റ് നടുവിൽ ഹോളോ ആയിട്ടുള്ളൊരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലോ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് orifice meter. The major advantages of the orifice plate that it is simple in construction, low cost device and easy to install. The main disadvantage of the using orifice plate is the permanent pressure drop occur in the orifice plate. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കോസ്റ്റ് വൈസും അതേപോലെ കൺസ്ട്രക്ഷനൊക്കെ വളരെ സിമ്പിൾ ആണെങ്കിലും ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ orifice പ്ലേറ്റിന് മുമ്പും ശേഷമുള്ള പ്രഷറിലൊരു വ്യത്യാസമുണ്ട് അല്ലേ, അത് കോൺസ്റ്റൻ്റ് ആണ്. ആ പ്രഷറിലൊരു വ്യത്യാസം നമുക്ക് ബാഡായിട്ട് പ്രഷർ ഇപ്പം പൈപ്പിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ കുറഞ്ഞാൽ അത് ബാഡായിട്ട് നമുക്ക് ബാധിക്കും. സോ അത് പ്രഷർ ഡിഫറൻസ് എപ്പോഴും ഉണ്ട് പെർമനൻ്റ് ആയിട്ട്. ദിസ് പ്രോബ്ലം ക്യാൻ ബി ഓവർകം യൂസിങ് വെൻറ്റൂരിമീറ്റർ ഓർ ഫ്ലോ നോസിൽ. സോ അടുത്ത രണ്ട് ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഫ്ലോ മീറ്റേഴ്സ് ആണ് വെൻറ്റൂരിമീറ്ററും ഫ്ലോ നോസിലും. ഇപ്പം orifice ഫ്ലോ മീറ്ററിൻ്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ അത് ഡ്രോബാക്ക് ഓവർകം ചെയ്യാനുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തഡാണ് വെൻറ്റൂരിമീറ്ററും ഫ്ലോ നോസിലും. ഇനി അതിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ഇപ്പം orifice പ്ലേറ്റ് അല്ലെങ്കിൽ orifice മീറ്റർ ഫ്ലോ മീറ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ രണ്ടാമത്തതാണ് വെൻറ്റൂരി ഫ്ലോ മീറ്റർ അല്ലെങ്കിൽ വെൻറ്റൂരിമീറ്റർ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാം. ഇതും ഒരു രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സിലെ രണ്ടാമത്തെ ടൈപ്പാണിത് വെൻറ്റൂരിമീറ്റർ. സോ വെൻറ്റൂരിമീറ്റർ ഇസ് കൺസ്ട്രക്റ്റഡ് such a way that change in the flow path is gradual. സോ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ ആ ഒരു orifice പ്ലേറ്റിൽ ആ ഒരു ഫ്ലോ അല്ലെ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഫ്ലോ കട്ടൊന്ന് വളരെ സഡൻ ആയിരുന്നു. അതിന് പകരം ഇവിടെ ഒരു ഗ്രാജ്വൽ ഡിക്രീസിങ് ആണ് കൊടുത്തത്. ഫ്ലോ അല്ലെങ്കിൽ ആ ഫ്ലോ പാത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു ഗ്രാജ്വൽ ചേഞ്ച് ആക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫിഗർ കണ്ടോ ഒന്നുകൂടെ ക്ലിയർ ആവും. സോ ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാണ് നമ്മുടെ പൈപ്പ് അല്ലേ. ഈ പൈപ്പിൽ തന്നെ നമ്മൾ വളച്ചിട്ടില്ല, ഒരു ബെൻഡിങ് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നു. ഇവിടെ ത്രോട്ട് എന്ന് പറഞ്ഞ ഏരിയ എത്തുമ്പം ഏറ്റവും മിനിമം
ഏരിയ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഏരിയ കുറയുമ്പം അവിടെ വെലോസിറ്റി എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ടില്ലേ, എ ഇൻറ്റു വി ഓൾവേസ് കോൺസ്റ്റൻ്റ് ആവണം. സോ ഇവിടെ ഏരിയ കൂടുതലാണ്, വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി കൂടുതലായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. സോ ഈ ഒരു പൈപ്പിന് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഈ രീതിയിലാക്കി ഷേപ്പിലേക്ക് മാറ്റിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, വെൻറ്റൂരി മീറ്റർ അല്ലെങ്കിൽ വെൻറ്റൂരി ഫോളോ മീറ്റർ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ ഉണ്ടാക്കുന്ന അഡ്വാൻറ്റേജ് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഫ്ലോ പാത്ത് അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുന്ന വേരിയേഷനിൻ്റെ ചേഞ്ച് വളരെ കുറവായിരിക്കും ഇവിടെ. അതായത് തൊട്ട് മുമ്പേ പറഞ്ഞ ഇതിൽ ഒരു പ്രോബ്ലം എന്തായിരുന്നു, പ്രഷറിൽ രണ്ട് എൻഡിലുള്ള അല്ലെങ്കിൽ ഓറിഫിസ് പ്ലേറ്റിൻ്റെ രണ്ട് എൻഡിലുള്ള പ്രഷറിൽ എന്തായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് ഉപകരിക്കും. ആസ് എ റിസൾട്ട് നോ പെർമനൻറ്റ് പ്രഷർ ഡ്രോപ്പ് ഒക്കർ ഇൻ ഫ്ലോ പാത്ത്. സോ ഈ രീതിയിൽ ഒരു ഗ്രാജുവൽ ഡിക്രീസും ഒരു ഗ്രാജുവൽ ഇൻക്രീസുമാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് കൺവേർജിങ് സെക്ഷനും. കൺവേർജിങ് സെക്ഷൻ എന്നാൽ ഏരിയ ക്രോസ് സെക്ഷൻ വലുതെന്ന് ചെറുതാവുന്നതാണ്. അതേപോലെ ഒരു ഡൈവർജിങ് സെക്ഷൻ ഉണ്ട്, അതായത് ഏരിയ ക്രോസ് സെക്ഷൻ ചെറുതെന്ന് ഇങ്ങനെ വലുതായി പോകുന്നതിനെയാണ്, പൈപ്പ് വലുതായി പോകുന്നതിനാണ് ഡൈവർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഭാഗത്തും ഉള്ള പ്രഷറിലുള്ള വേരിയേഷൻ എന്തുണ്ട്, ഈക്വലാണ്, ഓൾമോസ്റ്റ് ഈക്വലാണ്. ദ മിഡിൽ പോർഷൻ ഓഫ് ദ വെൻറ്റിമീറ്റർ ഈസ് കോൾഡ് ത്രോട്ട്. സോ ഇതിനാണ് നമ്മൾ ത്രോട്ട് എന്ന് പറയുന്നത്. ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദിസ് ഏരിയ ഈസ് ടു സ്മോൾ. അതായത് ത്രോട്ടിൻ്റെ അകത്ത് കാരണം ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ് വളരെ കുറവാണ്. സോ ഹിയർ പ്രഷർ ഡിക്രീസ് ആൻഡ് വെലോസിറ്റി ഇൻക്രീസ്. നമ്മളുടെ അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ, എ ഇൻറ്റു വി ഓൾവേസ് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ ഇവിടെ ഏരിയ എന്താണ് കുറവാണ്. സോ വെലോസിറ്റി ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ ഈ എൻഡിലും ഈ എൻഡിലും നോക്കുമ്പോൾ എന്താണ് ഏരിയ കൂടുതലാണ്, പക്ഷേ വെലോസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് എന്താണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ വെലോസിറ്റി കൂടുമ്പം പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, കുറക്കുന്നുണ്ട് അവിടെ. സോ പ്രഷറിലൊരു ഡിക്രീസ് ഉണ്ടാവും. So the starting section of the ventimeter where cross section area start decreasing is called converging section. So ഇതിനാണ് നമ്മൾ converging section എന്ന് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞു. The end of the converging section is attached with the throat. Throatലേക്കാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. The last part of the ventimeter is called divergent part. അതായത് സ്മോൾ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വലിയ ക്രോസ് സെക്ഷൻ ഏരിയ പോകുന്ന ആ ഭാഗത്തിനെയാണ്. The cross section area of this section increases continuously. കണ്ടിന്യൂസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. So Vendoris works on ബെർണോളിസ് ഇക്വേഷൻ അല്ലേ, അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി. സോ ത്രോട്ടിൻ്റെ അകത്ത് വരുമ്പം ഏരിയ ക്രോസ് സെക്ഷൻ കുറയുന്നതുകൊണ്ട് വെലോസിറ്റി കൂടും അവിടെ. സോ ലിക്വിഡിൻ്റെ വെലോസിറ്റി കൂടുമ്പം ബെർണോളി പ്രിൻസിപ്പിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യും, പ്രഷർ നമ്മൾ കുറക്കുന്നുണ്ട്. സോ സിൻസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ ട്രോട്ട് സെക്ഷൻ ഈസ് സ്മോൾ, ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ വിൽ ബി ഹയർ ദിസ് ഏരിയ. ഓൾറെഡി പറഞ്ഞു ഞാൻ. ത്രോട്ടിൻ്റെ അകത്ത് വെലോസിറ്റി കൂടാനുള്ള റീസൺ എന്താണ്, ത്രോട്ടിൻ്റെ അകത്ത് ക്രോസ് സെക്ഷൻ ഏരിയ വളരെ കുറവായതുകൊണ്ടാണ്. സോ ദിസ് ഹാപ്പൻ അക്കോർഡിംഗ് ടു ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ചാണ് അത് നടക്കുന്നത്. സോ ഇൻ ദിസ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ പ്രഷർ. സോ അവിടെ ത്രോട്ടിൻ്റെ അകത്ത് ഏരിയ കുറഞ്ഞതുകൊണ്ട് വെലോസിറ്റി കൂടും. ആ വെലോസിറ്റി കൂടുന്നതുകൊണ്ട് പ്രഷറിൽ എന്തുണ്ടാവും, ഡിക്രീസ് ഉണ്ടാവും. ടു മെയിൻറ്റെയിൻ ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് കോൺസ്റ്റൻറ്റ് അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ. സോ ദിസ് ചേഞ്ച് ഇൻ പ്രഷർ ഈസ് മെഷേർഡ് ടു കാൽക്കുലേറ്റ് ദ ഫ്ലോ റേറ്റ് ഓഫ് ദി ലിക്വിഡ്. സോ ഇവിടെ ഉണ്ടാകുന്ന പ്രഷറിലുണ്ടാകുന്ന ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അത് നമുക്ക് എന്ത് കിട്ടും, ഈ ഫ്ലോ റേറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് വെൻറ്റൂരിമീറ്റർ ഇസ് ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഈസ് ഹൈ. അല്ലേ, നമുക്ക് ഒരു പൈപ്പിൽ ആ പൈപ്പ് ഈ ഒരു വെൻറ്റൂരിമീറ്റർ പോലെ അല്ലേ ഒരു ഡൈവേർജിങ് പാർട്ടും ഒരു കൺവേർജിങ് പാർട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഹൈലി കോസ്റ്റാണ്, കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഫ്ലോ മീറ്ററിൻ്റെ മൂന്നാമത്തെ ടൈപ്പാണെന്ത്, ഫ്ലോ നോസിൽ. അല്ലെ നോസിൽ, നിങ്ങൾ പേനയുടെ ഒക്കെ നോസിലെ കാണുന്ന പോലെ തന്നെയാണ്, ഏകദേശം അതിൻ്റെ ഷേപ്പും അങ്ങനെ തന്നെയാണ്. ആ ഷേപ്പിനനുസരിച്ചാണ് അത് പേരിട്ടിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഫ്ലോ നോസിൽ ആർ compromises between the orifice plate and venturimeter both in cost and performance. So orifice plate നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് എന്തായിരുന്നു, കോസ്റ്റ് വൈസ് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊരു പ്രഷർ പെർമനൻറ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു അവിടെ. രണ്ടാമത്തേത് എന്തായിരുന്നു, വെൻറ്റൂരിമീറ്റർ കോസ്റ്റ് കൂടുതലായിരുന്നു. സോ ഇത് രണ്ടിനെയും കോംപ്രമൈസ് ചെയ്യാനുള്ള മൂന്നാമത്തെ ഒരു മോഡലാണെന്ത്, ഫ്ലോ നോസിൽ. സോ ടിപ്പിക്കൽ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണാം നിങ്ങൾക്ക്, അല്ലേ, നോസിൽ പോലെ. സോ ഇതാണ് നമ്മുടെ പൈപ്പ്. സോ ഇവിടെ ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം ഇതാണ്, ഒരു നോസിൽ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഭാഗം പൈപ്പിൻ്റെ ഏരിയ എത്രയാണോ അത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് ഏകദേശം ഈ ഒരു ഭാഗം നമ്മൾ കൺവേർജിങ് പാർട്ട് പോലെ അല്ലേ, അതായത് കൺവേർജിങ് പാർട്ട് ഓഫ് വാട്ട്, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ വെൻറ്റൂരിമീറ്ററിൻ്റെ പോലെ തന്നെയാണ് ഏകദേശം ഈ ഭാഗം. ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. ദെൻ സഡൻലി ഇവിടെ നമ്മൾ പേനയുടെ നിബിനെ കിട്ടുന്നുണ്ടാകുന്ന പോലെ ഒരു ഹോളാണ്. സോ അതിലൂടെ ലിക്വിഡ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. സോ ഇവിടെ ഒരു ഡൈവേർജിങ് പാർട്ടില്ല.
So the shape of the flow nozzle provide lesser resistance to flow when compared to an orifice meter. Orifice meter കാട്ടിലും നമുക്കിവിടെ സോ ഇതൊരു ഗ്രാജുവൽ കട്ടാണല്ലേ. മറ്റത് ഓറിഫിസ് പ്ലേറ്റ് ഒക്കെ ഇവിടെ സഡൻ കട്ടായിരുന്നു, ഇങ്ങനെയായിരുന്നില്ല ഷേപ്പ്. സോ അതിന് പകരം ഒരു ഗ്രാജുവൽ കട്ടായതുകൊണ്ട് റെസിസ്റ്റൻസ് കുറച്ച് കുറയുന്നുണ്ട് അവിടെ. സോ ഇറ്റ് ഹാസ് നോ ഡൈവർജൻറ്റ് കോൺ ഫോർ പ്രഷർ റിക്കവറി ആസ് എ വെൻറ്റുരിമീറ്റർ. സോ വെൻറ്റുരിമീറ്ററിൽ ഇവിടെയുള്ള എന്തില്ല, ഒരു ഡൈവർജൻറ്റ് കോൺ. ഇതിൻ്റെ ഓപ്പോസിറ്റും കൂടെ എന്തുണ്ടായിരുന്നു, നമ്മളെ വെൻറ്റുരിമീറ്ററിലായിരുന്നു ഷേപ്പ് കാണാല്ലേ, ഒരു ഡൈവർജൻറ്റ് പാർട്ടുണ്ട്, അത് ഇവിടെ ഇല്ല. So flow nozzle are compact, cheaper and easy to install as compared to വെൻറ്റുരിമീറ്റർ. സോ വെൻറ്റുരിമീറ്റർ പോലെ തന്നെ ഇതും എന്താണ്, ചീപ്പറാണ്, അതേപോലെ കോമ്പാക്റ്റും ആണ്. സിൻസ് ദർ ഈസ് നോ ഡൈവർജൻറ്റ് കോൺ, പ്രഷർ റിക്കവറി ഈസ് ലോ വെൻ കമ്പയർഡ് ടു വെൻറ്റുരിമീറ്റർ. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞല്ലേ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ ഈ പോയിന്റിൽ ഫ്ലോ അല്ലെ ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തുമ്പം ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, ഏരിയ ക്രോസ് സെക്ഷൻ കുറവാണ്, സോ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പം നമ്മൾക്ക് ബെർണോളി ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രഷർ കുറക്കണം അല്ലേ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആക്കാൻ പ്രഷർ കുറക്കണം. സോ ഈ പ്രഷർ ഉണ്ടാകുന്ന വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം, ഇതിലൂടെയുള്ള ഫ്ലോ റേറ്റ് കാണാൻ പറ്റും. സോ ഇതാണ് ഫ്ലോ നോസിൽ. ഇനി നാലാമത്തെ ടൈപ്പ്, ഒരു ടൈപ്പ് ഓഫ് മീറ്ററും കൂടെ ഉണ്ട്, ഫ്ലോ മീറ്ററും കൂടെ ഉണ്ട്, ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റർ കൂടെ ഉണ്ട്. അതാണ് റോട്ടാമീറ്റർ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. ദ ഓറിഫിസ് മീറ്റർ, വെൻറ്റുരിമീറ്റർ ആൻഡ് ഫ്ലോ മീറ്റർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻറ്റ് ഏരിയ വേരിയബിൾ പ്രഷർ ഡ്രോപ്പ് അല്ലേ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ പറഞ്ഞ 3 ടൈപ്പ്. സോ ഹിയർ ദ പ്രഷർ ഡ്രോപ്പ് ചേഞ്ച് വിത്ത് ഫ്ലോ റേറ്റ് ആൻഡ് ദ ഏരിയ ഓഫ് ഒബ്സ്ട്രക്ഷൻ ആർ ഓൾവേസ് കോൺസ്റ്റൻറ്റ് അല്ലേ. ഏരിയ ഓഫ് ഒബ്സ്ട്രക്ഷൻ എന്താണ് ഇവിടെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതുവരെ പറഞ്ഞ 3 ടൈപ്പിലും ഓറിഫിസ് മീറ്ററിലാണെങ്കിൽ ഓറിഫിസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. വെൻറ്റുരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്താണ്, ആ ബെൻഡ് ഉണ്ടാക്കുന്ന ഏരിയ കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ ഫ്ലോ നോസിലാണെങ്കിലും ആ നോസിലിൻ്റെ ടിപ്പ് എത്രയാണ്, അതും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഈ 3 എണ്ണത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മൾ ചേഞ്ച് ഇൻ ഫ്ലോയിൽ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്, സ്പീഡ് മാറ്റുക ചെയ്യുന്നത്. അതല്ലാതെ എന്തില്ല, ഓബ്സ്റ്റക്കിളിൻ്റെ സർഫസ് ഏരിയയിൽ ഒരു മാറ്റമില്ല. അതായത് ആ സർക്കിളിൽ വീതി കൂടുകയും കുറയുകയും ചെയ്യുന്നില്ല. അതേപോലെ ആ വെൻറ്റുരിമീറ്റർ ആണെങ്കിൽ ആ ബെൻഡിൻ്റെ ത്രോട്ടിൻ്റെ അവിടെ നമ്മൾ സൈസിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല, അല്ല, ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇനി പറയാൻ പോകുന്ന റൊട്ടാമീറ്ററിൽ അങ്ങനെയല്ല കാര്യം. അവിടെ നമുക്ക് ഏരിയയിലും എന്തുണ്ടാക്കാൻ പറ്റും, ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അതെങ്ങനെ നമുക്ക് നോക്കാം. ദ റൊട്ടാമീറ്റർ വർക്ക്സ് ആസ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഡ്രോപ്പ് വേരിയബിൾ ഏരിയ മീറ്റർ. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതുവരെയുള്ളതെല്ലാം പ്രഷർ വാരി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇവിടെ പ്രഷറല്ല വാരി ചെയ്യുന്നത് അല്ലേ. ഇന്നത്തെ ഓറിഫിസ് മീറ്റർ ആണെങ്കിലും വെൻറ്റുരിമീറ്റർ ആണെങ്കിലും ഫ്ലോ നോസിലാണെങ്കിലും അവിടെ എന്തുണ്ട്, വെലോസിറ്റി കൂടുമ്പം പ്രഷർ വാരി ചെയ്യുന്നുണ്ടായിരുന്നു ഈ മുമ്പ് പറഞ്ഞ 3 എണ്ണത്തിലും. പക്ഷേ റൊട്ടാമീറ്ററിൽ എന്തല്ല, പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. പക്ഷേ അവിടെ എന്താണ് വാരി ചെയ്യുന്നത്, ഏരിയ ആണ് വാരി ചെയ്യുന്നത്. വേരിയബിളായി വരുന്നതാണ് ഏരിയ ആണ് വാരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പ്രഷർ ഡ്രോപ്പ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഏരിയ ഓഫ് ഒബ്സ്ട്രക്ഷൻ ഈസ് ചേഞ്ച്ഡ്. സോ മുമ്പ് പറഞ്ഞ ഓറിഫിസ് മീറ്റർ ആണെങ്കിലും വെൻറ്റുരിമീറ്റർ ആണെങ്കിലും ഫ്ലോ നോസിലാണെങ്കിലും അതിലെല്ലാം ഈ ഒബ്സ്റ്റക്കിളിൻ്റെ അല്ലേ ആ ഏരിയ എന്തായിരുന്നു, കോൺസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇനി പറയാൻ പോകുന്ന റൊട്ടാമീറ്ററിൽ എങ്ങനെയല്ല, ആ ഏരിയ കോൺസ്റ്റൻ്റ് അല്ല, അത് വേരി ചെയ്യും. സോ ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് ദി റൊട്ടാമീറ്റർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ നോക്കാം നിങ്ങൾക്ക്, ഇവിടെ ഇങ്ങനെ ഈ രീതിയിലാണ് ഇവിടെ പൈപ്പ് അല്ലേ, ഈ രീതിയിലാണ് നമ്മുടെ ടാപ്പേർഡ് പൈപ്പ് ഉള്ളത്. ഇവിടെ നമുക്ക് ഒബ്സ്റ്റക്കിളുമായിട്ട് വെക്കുന്നതാണ് ഒരു ഫ്ലോട്ടിംഗ് എലമെൻ്റ് ആണ്. ഒരു സ്കെയിലുണ്ട്, അതിൻ്റെ അകത്തൊരു ഫ്ലോട്ടിംഗ് എലമെൻ്റ്, ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു സാധനം വെക്കും. സോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോ, ലിക്വിഡിൻ്റെ ഫ്ലോ. സോ ലിക്വിഡിൻ്റെ ഫ്ലോ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു ഏരിയ ഫോം ചെയ്യും അല്ലേ. ഇതിലൂടെ പാസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഫോം ചെയ്യും. സോ ലിക്വിഡിൻ്റെ ഫ്ലോ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമ്മളിവിടെ പ്രഷർ മാറ്റുന്നില്ല അല്ലേ, എന്ത് മാറും, ഈ ഒരു അല്ലേ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ എന്താണ്, ഇതിൽ ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ, ഫ്ലോ അങ്ങോട്ട് കൂടുകയാണെങ്കിൽ ആ മെറ്റീരിയൽ ഒന്നെങ്കിൽ മുകളിലേക്ക് വരും. സോ അത് മുകളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗത്തും അല്ലേ, ഇവിടെ ഇപ്പോൾ മൗസ് പോയിൻ്റ് നിൽക്കുന്ന ഭാഗം നോക്കുക, ഈ ഭാഗത്തും നമുക്ക് എന്തുണ്ടാവും, ഒരു ഏരിയയിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഏരിയയിൽ വ്യത്യാസം അല്ലേ, ഇത് മേലോട്ട് പോകുമ്പം ഈ പൈപ്പിൻ്റെ ഷേപ്പ് ഇതേപോലെ ആയതുകൊണ്ട് അല്ലേ എങ്ങനെയാണ് നിൽക്കുന്നത്. സോ ഇവിടെയുള്ള ഈ ഒബ്സ്റ്റക്കിൾ ഒന്ന് മേലോട്ട് വരുമ്പം ഏരിയ മാറും, താഴോട്ട് പോരുകയാണ് ഏരിയ കുറയും, മേലോട്ട് പോകുമ്പം ഏരിയ കൂടും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏരിയയിൽ വ്യത്യാസം വരുത്താൻ പറ്റും. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടേപ്പേർഡ് പൈപ്പ് ആൻഡ് ഫ്ലോട്ടിംഗ് എലമെൻറ്റ്. ഇതാണ് ആ ഫ്ലോട്ടിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ ഫ്ലോട്ട് ആസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഹയർ ദാൻ ദ ഫ്ലൂയിഡ്. സോ ഫ്ലൂയിഡിനെക്കാട്ടിലും ഹയർ ഗ്രാവിറ്റി ആണത് ഈ ഫ്ലോട്ടിന്. When the fluid start the flow through the pipe, the float rises due to the buoyancy, increasing the area of the passage of the fluid. So അതിലൂടെ നേരത്തെ പറഞ്ഞപ്പോൾ ആ പൈപ്പിലൂടെ വരുന്ന ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ അല്ലേ, ഈ നടുവിൽ നിൽക്കുന്ന ഫ്ലോട്ട് എന്ത് ചെയ്യും, മുകളിലേക്ക് വരും. സോ അവിടെ എന്തുണ്ടാവും, ഏരിയയിൽ വ്യത്യാസം വരും. അവിടെ പ്രഷർ എപ്പോഴും
സെയിം തന്നെയാണ്. വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ അവിടെ ഏരിയയിൽ നമ്മൾ മാറ്റം വരുത്തുക ചെയ്യുന്നത്. ഓക്കെ, സോ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫ്ലോട്ട് വിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്ലോ റേറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. സോ ഫ്ലോ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടുമ്പം ഈ ഫ്ലോട്ട് മേലോട്ട് പോകും, സ്പീഡ് കുറഞ്ഞാൽ ഫ്ലോട്ട് താഴോട്ട് വരും. സോ ഇത് മേലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡിലുള്ള ഏരിയ അല്ലേ, ഈ ലിക്വിഡിന് ഫ്ലോ ചെയ്യാനുള്ള ഏരിയ കൂടും, താഴോട്ട് വരുമ്പം ഈ ഏരിയ കുറയും. കാരണം പൈപ്പിൻ്റെ ഷേപ്പിംഗ് ഇതേപോലെ ആയതുകൊണ്ട്. ഓക്കെ, so flow rate can be measured when the float reaches a stable position where the force exerted by the fluid equal the gravitational force exerted by the float. So നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ റൊട്ടാമീറ്റർ ആർ സിമ്പിൾ ടു ഓപ്പറേറ്റ്, ഈസി ടു ഹാൻഡിൽ ആൻഡ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഈസ് ലോ. സോ ഇതിൻ്റെ ഹാൻഡിൽ ചെയ്യാനും സുഖമാണ്, മേക്കിംഗ് സുഖമാണ്, ദെൻ ഹാൻഡിൽ ചെയ്യാനും എല്ലാം സുഖമാണ്. സോ റൊട്ടാമീറ്ററാണ് നമ്മളൊന്നും കൂടെ ഇതിൽ മൂന്നിലും കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ ഈസ് ഓഫ് യൂസ് ഉള്ളത് റൊട്ടാമീറ്ററാണ്. ഇറ്റ് ഡസൻറ്റ് റിക്വയർ എക്സ്റ്റേണൽ പവർ ഓർ എനർജി ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. ഇതിന് എക്സ്ട്രാ പവറും കാര്യങ്ങളൊന്നും വേണ്ട അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയാണ് റൊട്ടാമീറ്ററിൽ പറയാനുള്ളത്. സോ ഇത് 4 ടൈപ്പിലാണ് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റർ, അതായത് ഒബ്സ്ട്രക്ഷൻ ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ് വരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്റർ ആണ് എന്ത്, അനിമോമീറ്റർ എന്ന് പറയുന്നത്. സോ അനിമോമീറ്റർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചറും അതേപോലെ അതിലൂടെ ഒന്ന് പാസ് ചെയ്യുന്ന കറണ്ടിനും അനുസരിച്ചിട്ട് അതിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഫ്ലോ മെഷർ ചെയ്യുന്ന ടൈപ്പാണ് അനിമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. എ ഹോട്ട് വയർ അനിമോമീറ്റർ ഈസ് എ ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫ്ലോ റേറ്റ്. സോ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ ആണ് യൂസ്ഡ് ഫോർ എന്തിന്, മെഷറിംഗ് ഫ്ലോ റേറ്റ്. സോ അനിമോമീറ്റർ ഈസ് എ ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫ്ലോ റേറ്റ്. ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത്, അനിമോമീറ്റർ എന്ന് പറയുന്നത്. വെൻ ആൻ ഇലക്ട്രിക്കലി ഹീറ്റഡ് temperature sensor is placed in a flowing liquid, heat is transferred from sensor to fluid. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇലക്ട്രിക്കലി കറണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ടെമ്പറേച്ചർ സെൻസർ നമ്മൾ ഹീറ്റ് ചെയ്യും, ചൂടാക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൽ വെക്കും അല്ലേ. ഒരു സെൻസറിനെ ഹീറ്റ് സെൻസർ, ഈ സെൻസറിനെ നമ്മൾ ഹീറ്റ് ടെമ്പറേച്ചർ അല്ലേ, ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അത് ഈ ഫ്ലോയിൽ വെക്കും, ലിക്വിഡ് അല്ലെങ്കിൽ എന്താണോ ഫ്ലോ ചെയ്യുന്ന ആ ലിക്വിഡിൽ വെക്കും. സോ അപ്പോൾ എന്തുണ്ടാവും, ഈ മെറ്റീരിയലിൽ നിന്ന് ഈ സെൻസറിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യും, ലിക്വിഡിലേക്ക് പോകുന്നുണ്ട്. സോ ആ ലിക്വിഡിലേക്ക് പോകുന്ന ഹീറ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ എത്ര ലിക്വിഡ് ഫ്ലോ ചെയ്തു നമുക്ക് കാണാൻ പറ്റും. കാരണം അതിൻ്റെ സെൻസറിൻ്റെ മുകളിൽ നിന്ന് എന്ത് കുറയും, ചൂട് അല്ലെ, അതിൻ്റെ ഹീറ്റ് കുറഞ്ഞു വരും വെൻ ഫ്ലോ കൂടുമ്പോൾ അല്ലേ. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിലൂടെ കൂടുതൽ ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ആകും. സോ കൂടുതൽ ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ആകുമ്പോൾ ഈ സെൻസറിൻ്റെ മുകളിലുള്ള ഹീറ്റ് കുറയും. സോ ഈ രീതിയിൽ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫ്ലോ അളക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ അനിമോമീറ്റർ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ പറഞ്ഞാൽ ഇങ്ങനെ 2 കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും അല്ലേ. സോ അതിന് നമ്മൾ സെറാമിക് ട്യൂബിംഗ് എന്ന് പറയും. സോ ഇത് ലെഡാണ്. ഇത് നമ്മളൊരു ഇലക്ട്രിക്കൽ കറണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ സാധനത്തിന് ഒരു ടെമ്പറേച്ചർ സെൻസറാണ്, അത് നമ്മൾ ഹീറ്റ് ചെയ്യും, ചൂടാക്കും. എന്നിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ പൈപ്പിനകത്ത് വെക്കും. സോ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലിക്വിഡ് എന്താണോ അത് ഫ്ലോ ചെയ്യും. സോ ഈ ലിക്വിഡ് ഇതിൽ ഫ്ലോ ചെയ്യുമ്പം ഇത് ഈ 2 സെൻസറിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ 2 സെൻസറിലും ഒരുതിയിട്ടാണ് പോകുന്നത് അല്ലേ, ഫ്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. സോ ഈ സെൻസറുള്ളത് ഈ ഫ്ലോ ചെയ്യുന്ന സ്ഥലത്താണ്. സോ ഇത് എന്ത് ചെയ്യും, ഇത് ചൂടാണ്, ഇവിടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന് എന്തായിരിക്കും, അതിന് ടെമ്പറേച്ചർ കുറവായിരിക്കും കമ്പയറിങ് ടു ദി സെൻസർ. നമ്മളത് ഇലക്ട്രിക്കൽ ചൂടാക്കുന്നുണ്ട്, ഇതിന് തന്നെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതൽ നിന്ന് കുറഞ്ഞ ഇതിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യും. സോ ഈ 2 കണ്ടക്ടേഴ്സ് നിന്ന് കണ്ടക്ടീവ് വയറിൽ നിന്ന് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇതിലൂടെ പോകുന്ന ലിക്വിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റിലുണ്ടാകുന്ന ഈ ടെമ്പറേച്ചർ സെൻസറിലുണ്ടാകുന്ന ഹീറ്റിലുണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ അതിലെ വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ എത്ര ഫ്ലോ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്ലോ മീറ്ററാണ് അനിമോമീറ്റർ. പറഞ്ഞത് ക്ലിയർ ആയി വിചാരിക്കുന്നു അല്ലേ. സോ ഹെൻസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സെൻസർ റെഡ്യൂസസ് റിസൾട്ടിങ് ഇൻ എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ. സോ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകും, അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. സോ ടെമ്പറേച്ചർ നമുക്കറിയാം, ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് നമുക്ക് ഈ കോയിൽ അല്ലെങ്കിൽ ഈ സെൻസറിന് എന്തുണ്ടാവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. So the amount of cooling of the wire depends on the flow velocity and hence the resistance variation can be used to measure the flow rate of the fluid. So ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതൊരു ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കും ഈ സാധനം മൊത്തത്തിൽ. ഓക്കെ, സോ ഈ സെൻസറിൽ നമ്മൾ ചൂടാക്കി വെക്കും. സോ സെൻസറിന് ചൂടാക്കിയിട്ട് നമ്മൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യും.
സോ ആ സെൻസറിൻ്റെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ H1 എന്നുള്ളൊരു ഹീറ്റിൽ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഈ കണ്ടക്ടർ വയറിന്. അപ്പോൾ അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. കറണ്ട് വോൾട്ടേജ് ഒക്കെ അവിടെ കാണാൻ പറ്റും V=I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. അതേസമയം ഇനി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ടെമ്പറേച്ചർ വ്യത്യാസം എന്നാൽ ഇതിലൂടെ പോകുന്ന ഫ്ലോനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇതിലൂടെ ഫ്ലോ കൂടുമ്പം ടെമ്പറേച്ചർ കുറയും. സോ ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. സോ റെസിസ്റ്റൻസിൽ വരുന്ന ആ മാറ്റം നമുക്ക് എന്തെങ്കിലും കിട്ടും? V=I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ വെലോസിറ്റിയിലെ വോൾട്ടേജ് അവിടെ കൂടും അല്ലെങ്കിൽ കുറയും അക്കോർഡിംഗ് ടു ഫ്ലോ റേറ്റ് അല്ലേ, ഫ്ലോ റേറ്റ് ഓഫ് ദ ലിക്വിഡ് ഓർ ഫ്ലൂയിഡ്. So hot wire anemometer are connected in two methods of measuring flow meter. നമുക്ക് രണ്ട് രീതിയിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഒന്ന് കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡും രണ്ടാമത്തത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡും. ഇതെന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡാണെങ്കിൽ ഇതിലൂടെ ഞാൻ പാസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡയഗ്രാം കൊണ്ട് കാണിക്കാൻ ഞാൻ. സോ ഈ രീതിയിലാണ്. സോ ഇതിലൂടെ ഈ കോയിലൂടെ ഞാൻ പാസ് ചെയ്യിപ്പിക്കുന്ന കറണ്ട് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ കറണ്ട് സെയിം ആകുമ്പം ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും അല്ലേ. ടെമ്പറേച്ചർ മാറാൻ തുടങ്ങും. ടെമ്പറേച്ചർ മാറുമ്പോൾ നമുക്ക് വോൾട്ടേജിൽ ഒരു വ്യത്യാസം വരാൻ തുടങ്ങും. സോ ആ രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഫ്ലോ മാറുമ്പം റെസിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്തുണ്ട് കിട്ടും? ഇതിലൂടെ പോകുന്ന കറണ്ടിൽ വ്യത്യാസം, ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജിൽ നമുക്ക് എന്ത് കിട്ടും? വ്യത്യാസം. V=IR ആണ് അല്ലേ. സോ വോൾട്ടേജ് = കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് അല്ലേ. കറണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. സോ ഇതിലൂടെ ഈ ഒരു ഫിഗർ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പം ഈ ഹോട്ട് വയറിൽ റെസിസ്റ്റൻസിൽ മാറ്റം ഉണ്ടാവും അല്ലേ. അത് ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസിൽ മാറ്റം ഉണ്ടാവും. സോ V=IR എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് വോൾട്ടേജിൽ അവിടെ ഒരു വ്യത്യാസം വരാൻ തുടങ്ങും. ആ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിലൂടെ എത്ര ഫ്ലൂയിഡ് പോയിന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ മെക്കാനിസം അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കറണ്ട് എപ്പോഴും എന്തുണ്ട്? നമ്മൾ വാരി ചെയ്യുന്നുണ്ട്. അവിടെ I കോൺസ്റ്റൻ്റ് അല്ല അല്ലേ. ടെമ്പറേച്ചർ കാരണം ഫ്ലോ കൂടുമ്പോൾ ടെമ്പറേച്ചർ ചിലപ്പോൾ കുറയും. അപ്പോൾ കൂടുതൽ കറണ്ട് പാസ് ചെയ്യിപ്പിക്കേണ്ടി വരും ഒന്നുകൂടെ ഹീറ്റ് ആക്കണമെങ്കിൽ അല്ലേ. ഫ്ലോ കുറവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പം ഹൈ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പാസ് ചെയ്താൽ മതി. സോ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. കാരണം ഫ്ലോ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയണം. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കുന്നുണ്ട് റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവുന്നില്ല. സോ റെസിസ്റ്റൻസ് നമ്മൾ അവിടെ കോൺസ്റ്റൻ്റ് ആക്കുന്നുണ്ട്. അതാണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കുക എന്നുള്ള മീനിങ്. സോ V=I എന്നുള്ള ഇക്വേഷനിൽ അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? I കോൺസ്റ്റൻ്റ് ആണ്. R കോൺസ്റ്റൻ്റ് ആണ്. റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പം അത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കറണ്ട് ഇല്ലേ, ഫ്ലോ കൂടുമ്പം കറണ്ട് ചിലപ്പോൾ കൂടുതൽ പാസ് ചെയ്യേണ്ടി വരും. ഫ്ലോ കുറവാണെങ്കിൽ കറണ്ട് കുറച്ച് പാസ് ചെയ്താൽ മതി. ആ ടെമ്പറേച്ചർ അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. സോ ഈ രണ്ട് രീതിയിൽ ചേഞ്ചിങ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? V=IR എന്നുള്ളതിൽ ചേഞ്ചിങ് വോൾട്ടേജ് നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാം? ഈ അനിമോമീറ്റർ വെച്ചിട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് അനിമോമീറ്റർ വെച്ചിട്ട് ഫ്ലോ കാണാൻ പറ്റും. അതേപോലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്, അതായത് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ അനിമോമീറ്റർ വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും അല്ലേ. ഇൻ ദ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് ദ കറണ്ട് ഓഫ് ദ വയർ ഈസ് കെപ്റ്റ് ഫിക്സഡ് ആൻഡ് ഈസ് എക്സ്പോർട്ട് ടു ഫ്ലോ വെലോസിറ്റി. അത് നമ്മളെന്ത് ചെയ്യും? കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഈ ഹോട്ട് വയർ നമ്മൾ ഫ്ലോയ്ക്ക് വിട്ടുകൊടുക്കും, ഫ്ലോയിൽ കൊടുക്കും. ദെൻ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ വെലോസിറ്റി ബിക്കം ദ മെഷർ ഓഫ് ഫ്ലോ വെലോസിറ്റി. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? വെലോസിറ്റിയിലുള്ള ഫ്ലോ ആയിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് കിട്ടുന്നത് V=I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇൻ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ് വി മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ അറ്റ് എ കോൺസ്റ്റൻറ്റ് ലെവൽ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തും കോൺസ്റ്റൻ്റ് ആണ്, റെസിസ്റ്റൻസും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നുണ്ട്. സോ ദ കറണ്ട് ത്രൂ ദ വയർ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഓഫ് ഫ്ലോ വെലോസിറ്റി. സോ കറണ്ട് അവിടെ എന്ത് ചെയ്യും? വേരി ചെയ്യും. ആ വേരിയേഷൻ ഇൻ കറണ്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഫ്ലോ എത്ര എന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും. സോ ഈ രണ്ട് രീതിയിലും അനിമോമീറ്റർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് കോൺസ്റ്റൻറ്റ് കറണ്ട് വെച്ചിട്ടും രണ്ടാമത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വെച്ചിട്ടും നമുക്ക്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ആക്കി വെച്ചിട്ട് നമുക്കത് അനിമോമീറ്റർ വെച്ചിട്ട് കറണ്ട് കാണാൻ പറ്റും. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ അനിമോമീറ്റർ എന്നാൽ ഒരു ഇലക്ട്രിക്കലി നമ്മൾ മെഷർ ചെയ്യുന്ന സാധനമാണല്ലേ. ഒരു ഇലക്ട്രിക്കൽ സെൻസർ പോലെയുള്ള ഒരു ഇലക്ട്രിക്കൽ ഹീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലോൻ്റെ അകത്ത്, പൈപ്പിൻ്റെ അകത്ത് വെക്കും. അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. സോ V=I എന്നുള്ള ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോനനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലേ. സോ ആ കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാനും പറ്റും. രണ്ടാമത്തത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന കേസിൽ നമുക്ക് ആ റെസിസ്റ്റൻസിൽ മാറ്റം ഉണ്ടാവും. സോ ആ റെസിസ്റ്റൻസിൽ വരുന്ന മാറ്റം നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാം? ഫ്ലോ കാണാൻ പറ്റും. രണ്ടാമത്തത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കുകയാണ്. സോ അതിനനുസരിച്ച് ഇല്ലേ, റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണമെങ്കിൽ നമ്മൾ ഫ്ലോക്ക് അനുസരിച്ച് കറണ്ട് മാറ്റണം
സോ ചേഞ്ച് ഇൻ കറണ്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആ സമയത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെത്തേഡ് ആണെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫ്ലോ കാണാൻ പറ്റും. കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് ആണെങ്കിൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പൈപ്പിൻ്റെ അകത്തൂടെയുള്ള ഫ്ലോ കാണാൻ പറ്റും. സോ ഈ രീതിയിലാണ് നമ്മൾ അനിമോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. സോ ഈ അനിമോമീറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം നമുക്ക്. ഓക്കെ, ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്ലൂയിഡ് വിത്ത് റാപ്പിഡ്ലി ഫ്ലക്ച്വേറ്റിംഗ് വെലോസിറ്റി മാറുന്നതിനെ പെട്ടെന്ന് വെലോസിറ്റി മാറുന്നതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമോമീറ്റർ ഉപയോഗിച്ച് കാണാൻ പറ്റും. സോ റിലേറ്റീവ്ലി ലോ കോസ്റ്റ്, ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ മീറ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ്. സോ ഈ പേരിൽ തന്നെ ഉണ്ട്, അവിടെ ഇലക്ട്രോ അല്ലെ കറണ്ടിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ആക്കിയിട്ട് ബന്ധമുണ്ടോ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫ്ലോ മെഷർ ചെയ്യുന്ന ഒരു ഫ്ലോ മീറ്റർ ആണ് എന്ത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ആർ സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ലിക്വിഡ്. സോ ഇത് നമുക്ക് എപ്പം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഈ ഫ്ലോ ചെയ്യുന്ന മെറ്റീരിയൽ എന്തായിരിക്കണം, ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ലിക്വിഡ് ആയിരിക്കണം. അതായത് ഒരു കണ്ടക്ടർ ആയിരിക്കണം ഇതിൻ്റെ അകത്തൂടെ, പൈപ്പിൻ്റെ അകത്തൂടെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വെച്ചിട്ട് നമുക്ക് ഫ്ലോ കാണാൻ പറ്റുള്ളൂ. സോ സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ഷോൺ ദി ഫിഗർ നോക്കാം നിങ്ങൾക്ക്. സോ ഇതാണ് പൈപ്പ്. സോ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും പൈപ്പിൻ്റെ അകത്തൂടെ, രണ്ട് ഭാഗത്തും നമുക്കൊരു ഇലക്ട്രോഡ് വെക്കും, അത് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റ്, പൈപ്പിനകത്തൂടെ ഉണ്ടാവും, ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഈ ഫ്ലോ ചെയ്യുന്ന മെറ്റീരിയലിന് പ്രത്യേകത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. എന്താണ്, ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ലിക്വിഡ് ആണ്. സോ ഇലക്ട്രിക്കലി കണ്ടക്ടിങ് ലിക്വിഡ് ആണ്, ഒരു കണ്ടക്ടറാണ്. സോ നമുക്കറിയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തൂടെ ഒരു കണ്ടക്ടർ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവും അവിടെ അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുന്നത് കൊണ്ട് എന്തുണ്ടാവും, ഒരു EMF, ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, എത്ര ഫ്ലോ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പം ഈ ഫിഗർ നോക്കുക നിങ്ങൾ, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ഈ കറണ്ട് ഈ പൈപ്പിനകത്തൂടെ ഉണ്ടാവും, രണ്ട് ഭാഗത്തും ഒരു ഇലക്ട്രോഡ് ഉണ്ട്. സോ ഇതിലൂടെ ആകെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. സോ ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ട്, ലിക്വിഡിൻ്റെ ഫ്ലോ ഉണ്ട്. ലിക്വിഡിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് എ കണ്ടക്ടറാണ്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ പോകുമ്പം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ കട്ടുണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ കട്ടുണ്ടാവുന്നതുകൊണ്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഒരു കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അവിടെ വെക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഫ്ലോ കൂടുമ്പം അവിടെ നിന്നും കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവും, കൂടുതൽ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഫ്ലോ കുറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കട്ടിങ് കുറയും, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കറണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ അളവ് കുറയുകയും ചെയ്യും. സോ ഇവിടെ ഒരു ഇലക്ട്രോഡ്സിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതിലൂടെ എത്രയാണ് ലിക്വിഡ് ഫ്ലോ ചെയ്ത് നമുക്ക് കിട്ടും. കൂടുതൽ ലിക്വിഡ് ഫ്ലോ ചെയ്താൽ കൂടുതൽ കറണ്ട് അവിടെ ഉണ്ടാവും, കുറച്ച് ലിക്വിഡ് ആണെങ്കിൽ കുറച്ച് കറണ്ട് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ്. നമുക്കൊന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ pair of electrodes fixed in the opposite side of a pipe carrying the fluid whose flow is to be measured. സോ ഇവിടെ രണ്ട് ഇലക്ട്രോഡ് രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തൂടെ എന്ത് പോകുന്നുണ്ട്, നമുക്ക് മെഷർ ചെയ്യേണ്ട ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. എ പൈപ്പ് വിത്ത് നോൺ കണ്ടക്ടിങ് ആൻഡ് നോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. സോ ഈ പൈപ്പ് എന്തല്ല, കണ്ടക്ടറും അല്ല, അതൊന്നുമല്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കാണിക്കുന്നില്ല. ദ പൈപ്പ് ഈസ് സറൗണ്ടഡ് ബൈ സം മെറ്റീരിയൽ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ പൈപ്പിൻ്റെ അകത്തൂടെ നമുക്ക് എന്തുണ്ട്, അത് സറൗണ്ടഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവിടെ എന്തുണ്ടാക്കും, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വർക്ക്സ് ഓൺ ദ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട്, ഫാരഡേസ് ലോ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അത് വെച്ചിട്ടാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ വർക്ക് ചെയ്യുന്നത്. വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസഡ് ഇൻസൈഡ് ദ പൈപ്പ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദ മീഡിയം ആൻഡ് ഇറ്റ് ഈസ് ക്യാപ്ചർഡ് ബൈ ഇലക്ട്രോഡ്സ്. സോ ആ പൈപ്പിൻ്റെ രണ്ട് ഭാഗത്തും വെച്ചിട്ട് ഇലക്ട്രോഡിൻ്റെ മുകളിൽ നിന്നുണ്ടാവും ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് അല്ലേ. ആ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തുണ്ടാവും, ഒരു ലിക്വിഡ് പാസ് ചെയ്യുന്നുണ്ട് എൻ്റെ അകത്തൂടെ. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടക്ടറാണ് അല്ലേ, കണ്ടക്റ്റീവ് മീഡിയമാണ്. സോ അത് പാസ് ചെയ്യുമ്പോൾ ഫ്ലക്സിൽ വേരിയേഷൻ ഉണ്ട്, ഫ്ലക്സ് കട്ടാകുമ്പോൾ അക്കോർഡിംഗ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡൈനാമോയില്ലേ, നിങ്ങൾ സൈക്കിളിൻ്റെ ഡൈനാമോവിൻ്റെ അകത്തൊക്കെ വർക്കിംഗ് അങ്ങനെയാണ് അല്ലേ, കറണ്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. സോ ആ രീതിയിൽ ഒരു കറണ്ട് അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇൻ ഇലക്ട്രോഡ്സ്. So the voltage is given by E is equal to BLV.
വേർ ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റു ഡെൻസിറ്റി ആണ്. എൽ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, അതിൻ്റെ അകത്തുകൂടെ പോകുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ് ലിക്വിഡിൻ്റെ കണ്ടക്ടർ. വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ. സോ ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. എൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അതും കോൺസ്റ്റൻ്റ് ആണ്, കാരണം ആ പൈപ്പിൻ്റെ അകത്ത് എത്രയാണ് ഉള്ളത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇവിടെ ആകെ വേരി ചെയ്യുന്ന എന്താണ്, അല്ല ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് ഇ. ഈ വേരി ചെയ്യണമെങ്കിൽ ആകെ എന്തിലേ വ്യത്യാസം വരുള്ളൂ, വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ്. അതിൻ്റെ അകത്തൂടെ പോകുന്ന വെലോസിറ്റി മാറുമ്പം എന്ത് മാറും, ഇ മാറും. വെലോസിറ്റി കൂടുമ്പം ഇ കൂടും. അതായത് കൂടുതൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കുറച്ച് ലിക്വിഡ് പോകുന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ അളവ് കുറയും, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് കാണാം. ആ ഇ എം എഫിനനുസരിച്ച് നമുക്ക് ഇതിലൂടെ പോകുന്ന ഫ്ലോ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ ഫ്ലോ മെഷർ ചെയ്യുന്ന ഫ്ലോ മീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, then the voltage produced across the pipe will be proportional to the velocity of the fluid. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. സോ വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്, ഇലക്ട്രോഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൽ അളവിൽ വ്യത്യാസം ഉണ്ടാകും. സോ ഇതാണ് ഇന്ന് നമ്മൾ ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ള ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.